US ആക്രമണം തടയാൻ രണ്ടും കൽപ്പിച്ച് രംഗത്തെത്തുകയാണ് ഇറാൻ ഭരണകൂടം. ഇറാനിലെ പ്രക്ഷോഭങ്ങൾ അടിച്ചമർത്തുന്നു തടയാൻ അമേരിക്ക ഇടപെട്ടേക്കുമെന്ന് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞതിന് പിന്നാലെ യുദ്ധത്തിന് പൂർണ്ണ സജ്ജമാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അക്രാച്ചി പറഞ്ഞു. മുമ്പ് നടന്ന യുദ്ധത്തെക്കാൾ വലിയൊരു യുദ്ധത്തിന് ഇറാൻ തയ്യാറാണെന്നാണ് അബ്ബാസ് അക്രാച്ചിയുടെ മുന്നറിയിപ്പ്. കഴിഞ്ഞ ജൂണിൽ ഇസ്രായേലുമായി നടന്ന 12 ദിവസം നീണ്ട യുദ്ധത്തെയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി പരാമർശിച്ചത് എന്നാണ് റിപ്പോർട്ട്. എന്നാൽ മരണസംഖ്യ കുത്തനുയരുകയും സർക്കാർ പ്രക്ഷോഭകരെ അറസ്റ്റ് ചെയ്യുന്നത് തുടരുകയും ചെയ്യുന്നതിനാൽ ചർച്ചയ്ക്ക് മുമ്പ് ആക്രമണം നടത്തേണ്ടി വരുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അക്രാച്ചിയുടെ വാക്കുകൾ ഇങ്ങനെ: ഞങ്ങൾ യുദ്ധം ആഗ്രഹിക്കുന്നില്ല, പക്ഷേ യുദ്ധത്തിന് തയ്യാറാണ്. നേരത്തെ നടന്നതിനേക്കാൾ വലിയൊരു യുദ്ധം പ്രതീക്ഷിക്കുന്നു. ചർച്ചകൾക്കും ഞങ്ങൾ തയ്യാറാണ്, പക്ഷേ തുല്യ അവകാശങ്ങളോടെയും പരസ്പര ബഹുമാനത്തോടും കൂടിയുള്ള ന്യായമായ ചർച്ചകൾ മാത്രമായിരിക്കണം. ഇത് ശരിക്കും ട്രംപിനുള്ള ഇറാന്റെ താക്കീതായി മാറിയിരിക്കുകയാണ്. ഇതിനിടെ ഇറാനിലെ പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെട്ട സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സംസ്കാര ചടങ്ങുകളുടെയും സർക്കാരിനെ പിന്തുണച്ച നിരവധി നഗരങ്ങളിൽ വലിയ ജനക്കൂട്ടം അണിനിരക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ സംപ്രേഷണം ചെയ്തു. 3-ാം ആഴ്ചയിലേക്ക് കടന്ന സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിൽ മരണം 544 US ആസ്ഥാനമായുള്ള മനുഷ്യാവകാശ പ്രവർത്തകരുടെ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. കൊല്ലപ്പെട്ടവർ 496 പ്രതിഷേധക്കാരും 48 സുരക്ഷാ ഉദ്യോഗസ്ഥരുമാണുള്ളത്. 10,600 പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രക്ഷോഭം 30ഓളം നഗരങ്ങളിലേക്ക് വ്യാപിച്ചതായാണ് പുതിയ റിപ്പോർട്ട്. അതേസമയം രാജ്യത്ത് സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ രക്തരൂക്ഷിതമായി മാറിയത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് ഇടപെടാൻ ചിലർ ബോധപൂർവം അവസരം സൃഷ്ടിച്ചതിനാലാണെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അക്രാച്ചി. പ്രതിഷേധക്കാർക്ക് ആയുധം വിതരണം ചെയ്യുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ലഭ്യമാണെന്നും പിടിയിലായ പ്രതിഷേധക്കാരുടെ കുറ്റസമ്മത മൊഴി ഉടൻ പുറത്തുവിടുമെന്നും മന്ത്രി പറഞ്ഞു. പ്രതിഷേധങ്ങൾക്കിടെ സർക്കാർ അനുകൂല പ്രകടനങ്ങളും രാജ്യത്ത് വിവിധ കേന്ദ്രങ്ങളിലായി ആരംഭിച്ചിട്ടുണ്ട്. തെഹ്റാനിലെ ഇൻകിലാബ് ചത്തുരത്തിൽ ആയിരങ്ങൾ അണിനിരുന്ന പ്രകടനത്തിന്റെ ചിത്രങ്ങൾ ഔദ്യോഗിക ടെലിവിഷൻ ചാനൽ പുറത്തുവിട്ടു. പ്രതിഷേധങ്ങൾക്കിടെ കൊല്ലപ്പെട്ട സുരക്ഷാ ഉദ്യോഗസ്ഥരെ അനുസ്മരിച്ച് 3 ദിവസത്തെ ദുഃഖാചരണവും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പുതിയ സാഹചര്യത്തിൽ പുതിയ പാഠങ്ങൾ പഠിച്ച ട്രംപിനെയാണ് ലോകം കാണുന്നത്.